ഏതാണ്ട് 4 മണിക്കൂർ പിന്നിടുന്നു ഈ സമരം. ഊർജ്ജസ്വലമായ ഒരു സമരം പ്രതിഷേധം അവിടെ കോൺഗ്രസിന് സംഘടിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ നിലവിലൊരു ധർമ്മസങ്കടമുണ്ടോ അത് കോൺഗ്രസിനും ഒപ്പം പോലീസിനും? കാരണം ഇവരാവശ്യപ്പെടുന്ന തരത്തിൽ അവരെ വിട്ടയക്കാൻ കഴിയില്ല. ഏതായാലും അത്തരത്തിലുള്ള ഒരു FIR അല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് ഒരു സമവായം അല്ലെങ്കിൽ ഈ സമരം ഒത്തുതീർക്കാൻ ഉള്ള ഒരു ഫോർമുല മുന്നോട്ട് വെക്കാൻ സാധിക്കുക? അങ്ങനെ ഒരു ധർമ്മസങ്കടമുണ്ടോ രണ്ടു കൂട്ടർക്കും? പോലീസിനെ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ വലിയ തോതിലുള്ള സമരം ഉണ്ടാകുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിന്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവർ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുന്ന സമരമുറ നടത്തുന്നത്. പക്ഷേ ആദ്യം ഇവരെ അശ്വിൻ, 4 മണിക്കൂർ പിന്നിടുന്ന സമരം ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റേഷന്റെ പ്രവർത്തനം ഉൾപ്പെടെ അവതാളത്തിലാവുന്ന ഒരു സാഹചര്യത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് അനുവദിക്കുമോ? അതല്ല അവരാവശ്യപ്പെടുന്ന തരത്തിൽ സ്റ്റേഷന് പുറത്തേക്ക് എന്തായാലും ആ കസ്റ്റഡിയിലെടുത്തവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയവരെ വിട്ടയക്കാൻ സാധിക്കില്ല, ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു സമവായം? അങ്ങനെ ഒരു സാധ്യത ഇനിയുണ്ടോ? നിലവിൽ എന്തായാലും ഈ അർദ്ധരാത്രി ഒരു സമവായത്തിന്റെ സാധ്യത ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഗൂഗിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ ആകുന്നതോടുകൂടി സ്റ്റേഷന്റെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിക്കുന്ന രീതിയിലേക്ക് സമരം മുന്നോട്ട് പോയാൽ സാഹചര്യം നീങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതായാലും രാവിലേക്ക് മുന്നേ തന്നെ സമരം അവസാനിപ്പിക്കുകയോ അല്ല എങ്കിൽ ബലം പ്രയോഗിച്ചവരെ ഇവിടെ നിന്ന് നീക്കുകയോ ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് എന്തായാലും കടക്കും. കാരണം പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നാളെ രാവിലെ ആകുന്നതോടുകൂടി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ രാവിലെ ഈ സമരം തുടങ്ങുന്ന സമയത്ത് ഇവിടേക്ക് എത്തിയ ആളുകളുടെ ഇരുചക്ര വാഹനങ്ങളടക്കം ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അതൊന്നും മാറ്റാനായിട്ടില്ല. അവർക്ക് തിരികെ സ്വന്തം വാഹനവുമായി സ്റ്റേഷനിലെത്തിയവർക്ക് തിരികെ പോകാനായിട്ടില്ല എന്നുള്ളതും ഈ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനത്തെ ഈ സമരം ഏത് തരത്തിൽ ബാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. എന്തായാലും നാളെ രാവിലെ വരെ സമരം സ്റ്റേഷന് മുന്നിൽ ഇതേപടി കൊണ്ടുപോകാൻ എന്തായാലും പോലീസ് അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഏത് തരത്തിൽ നടപടിയെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയിലൂടെ രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിക്കുമോ, അതോ അതല്ല ബലം പ്രയോഗിച്ചുള്ള അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്ക് ഒരു ബലപ്രയോഗത്തിലേക്ക് ഈ സ്റ്റേഷന് മുൻവശം പോകുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ എന്തായാലും അതേപടി സമരം തുടരുകയാണ്. അവരവിടെ കുത്തിയിരിക്കുന്നു. ഉള്ളിൽ 2 MLA-മാർ, ഇപ്പോൾ ഉമാ തോമസ് MLA കൂടി അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മുതിർന്ന MLA-മാരടക്കമുള്ള നേതാക്കളുമായി പോലീസിൻ്റെ ചർച്ച നടക്കുകയാണ്. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിലെല്ലാം നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു തരത്തിലുള്ള അനുനയത്തിനും ഇവർ തയ്യാറല്ല, പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അർദ്ധരാത്രി വൈകുമ്പോഴും സമരത്തിൻ്റെ ഊർജ്ജം ഒരു ഇഞ്ച് പോലും കുറയുന്നില്ല. അത് വർദ്ധിത വീര്യത്തോടെ കൂടുതൽ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ സമരത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമുക്ക് പാലാരിവട്ടത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏതായാലും കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. 4 മണിക്കൂർ പിന്നിട്ട് ആ പ്രതിഷേധം നീണ്ടുപോകുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. അത് ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പായിരുന്നു. പിന്നീട് പുതിയൊരു FIR ഇട്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി. അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഒക്കെ ഫലമായാണ് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനെ തുടർന്നാണ് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ MLA-മാർ, MP ഹൈബിയുടെ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിൽ വലിയ നേതൃത്വം തന്നെ എറണാകുളം ജില്ലയിലെ നേതാക്കൾ ഒന്നടങ്കം എത്തുന്നു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അക്ഷരാർത്ഥത്തിൽ വളഞ്ഞുകൊണ്ട് അവിടേക്ക് പോലീസുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധം ഒരു ഘട്ടത്തിൽ റോഡ് ഉപരോധത്തിലേക്കും വഴിയിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു. യാത്രക്കാരുമായുള്ള വാക്കുതർക്കം, ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരുമായുള്ള തർക്കം, മർദ്ദനം, ഇങ്ങനെ പല ഘട്ടം കഴിഞ്ഞ് ഇപ്പോഴും തുടരുകയാണ്. ഈ അർദ്ധരാത്രിയും ഒരേ ഒരു ആവശ്യമാണ് കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന 7 പ്രവർത്തകരെയും വിട്ടയക്കണമെന്ന ആവശ്യമാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ്. സ്റ്റേഷനുള്ളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നു, പക്ഷേ അതിലൊന്നും തീരുമാനമാകുന്നില്ല. അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട്. അജീഷ്, പ്രവർത്തകരുടെ സാന്നിധ്യം അതിപ്പോഴുമുണ്ടോ? കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ടോ? എന്താണ് സ്റ്റേഷന്റെ പരിസരത്തെ ഒരു സാഹചര്യം? ഗൂഗിൾ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏതാണ്ട് 100ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് ചുറ്റുമുണ്ട്. നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ പ്രതിഷേധ സമരം ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ കുത്തിയിരുന്ന് പ്രതിഷേധം തുടങ്ങിയ സമയത്ത് ഒരു 10-20 പ്രവർത്തകർ മാത്രമായിരുന്നു ഈ സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കൂടുതൽ പ്രവർത്തകരെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തുകയും പല പ്രവർത്തകരും ഒത്തുചേർന്ന് മാർച്ചായി ഈ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയുമായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ജനാധിപത്യപരമായ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ തങ്ങളുടെ പ്രവർത്തകരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. അങ്ങനെ
ആ പ്രവർത്തകർ കൂടുതൽ വൈകാരികമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലുള്ളത്. ഈ നേതാക്കൾ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലെ SHOയുമായും തൃക്കാക്കര AC-യുമായും ഒക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ നിയമപരമായി ഒരു തടസ്സം എന്തായാലും ഇവരുടെ മുന്നിലുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി 7 പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇവരെ ഈ നേതാക്കൾ ആവശ്യപ്പെട്ടാൽ അങ്ങനെ പുറത്തിറക്കി വിടാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാൽ പോലും നിയമപരമായി അവർക്ക് അതിന് കഴിയില്ല. അതിന് സാങ്കേതികമായി തടസ്സമുണ്ട്. ഏതെങ്കിലും ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ആർക്കെങ്കിലും കേസെടുത്തു കഴിഞ്ഞാൽ പിന്നീട് കോടതിക്ക് അവർക്ക് ജാമ്യം നൽകാനുള്ള അവകാശമുള്ളൂ. കോടതിയിൽ ആണ് അവർക്ക് ജാമ്യം ചോദിച്ചു പോകാനുള്ള ഒരു അവകാശം പ്രവർത്തകർക്കുമുള്ളൂ. എന്തായാലും പക്ഷേ ഇവിടെ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റേഷന് മുന്നിൽ വീണ്ടും ഒരു സംഘർഷമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പ്രവർത്തകർ പല തവണ ഈ സമരം ഇങ്ങനെ മടിമാറുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ പ്രവർത്തകർക്കിടയിലേക്ക് പല ആവശ്യങ്ങളുമായി നേരത്തെ ഉപരോധ സമരം നടന്ന സമയത്ത് ഈ കാത്തുകിടന്ന ബസ്സിലെ യാത്രക്കാരും ബസ്സിലെ ജീവനക്കാരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുന്നു. കുറച്ചു മുമ്പ് മറ്റൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനുമായി ഒരു തർക്കമുണ്ടായി. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുന്നു. ഇപ്പോൾ വീണ്ടും മറ്റെന്തോ ഒരു കാരണത്താൽ വീണ്ടും അജീഷ് തുടരുക. അശ്വിനിലേക്ക് പോകുന്നു. അശ്വിൻ പറയുന്നത് അവിടെ സ്റ്റേഷന് നേരെ കല്ലേറുണ്ടായി എന്നാണ്. പ്രകോപിതരാകുന്നുണ്ട് പ്രവർത്തകർ. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ബഹളം, പെട്ടെന്ന് ഒരു പ്രവർത്തകൻ ഈ നേതാക്കളുടെ മുന്നിലേക്ക് ചാടി വരുന്നു, പോലീസിന് നേരെ ആക്രോശിക്കുന്നു. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അതിരൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അവിടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്? എന്തായാലും രൂക്ഷമായ പ്രതികരണം തന്നെയാണ്. കാരണം ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുകയാണ്. അവർ പോലീസ് അനുകൂലമായൊരു നിലപാടെടുക്കുന്നില്ലാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പോലീസിനെതിരെയാണ് ഇപ്പോൾ ഈ ഒരു ഇടപെടൽ, ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പുറത്ത് സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കല്ലും കുപ്പിയും ഒക്കെ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൂടെയാണ് നേതാക്കൾ ഇടപെട്ടവരെ അനുനയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. എന്തായാലും അങ്ങനെ പ്രകോപനം ഉണ്ടായാൽ പോലീസിന്റെ നടപടി ഏത് തരത്തിലുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ. ഈ സമരത്തിന്റെ ഭാഗമായി മുൻനിരയിലേക്ക്, അതായത് ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. നേതാക്കൾ ഇടപെട്ടത് പരിഹരിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ഈ രാത്രി ഇത്ര നേരമാകുന്നു 4 മണിക്കൂർ പിന്നിട്ട പ്രതിഷേധമാണ്. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം, കടുത്ത മുദ്രാവാക്യങ്ങൾ, തീവ്രമായ മുദ്രാവാക്യങ്ങൾ പോലീസിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഈ മുന്നോട്ട് പാഞ്ഞെടുത്തു വന്ന പ്രവർത്തകരെ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുന്നുണ്ട്. അശ്വിനി, ഈ പ്രവർത്തകർ പ്രകോപിതരായാൽ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു പിടിവിട്ട് പോയാൽ അവിടെ ഒരു പോലീസ് നടപടി, അതിനുള്ള തരത്തിലുള്ള എന്തെങ്കിലും നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? കൂടുതൽ ഫോഴ്സ് അങ്ങോട്ട് എത്തുന്ന സാഹചര്യം മറ്റോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? എന്തായാലും ആ സമരം ഇപ്പോഴും തുടരുകയാണ്. അത്തരത്തിൽ പോലീസ് ഒരു സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ ആ സംയമനത്തിന് മുന്നിൽ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഇനി കാത്തു നിൽക്കാൻ കഴിയില്ല. പോലീസിന്റെ ഇടപെടൽ പാരമ്യതയിലെത്തി എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ സ്റ്റേഷനുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ അത് കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് പാലാരിവട്ടം സ്റ്റേഷനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ ഗ്ലാസ് ഡോറുകൾ തല്ലിത്തകർക്ക് അകത്ത് കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നേതാക്കൾ പരമാവധി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അത് വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. പോലീസ് ഇപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അവർ പോലീസ് സ്റ്റേഷനകത്ത് തന്നെ തുടരുകയാണ്. പരമാവധി സംയമനം പാലിച്ച് തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്. ഹൈബിയുടെ MP അടക്കം എത്തി ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമായി തുടരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അനുനയത്തിലേക്ക് പോയില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന. അശ്വിൻ, അവിടെ ഒരു കല്ലേറുണ്ടായോ? അശ്വിൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പോലീസുകാർക്ക് സ്റ്റേഷൻ നേരെ അല്ല
ഗൂഗിൾ എന്തായാലും 6 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം അതിപ്പോഴും അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം